കാണാം എൻ്റെ തോട്ടം. പത്തനംതിട്ട വലഞ്ചുഴി പാർവതി നിവാസിൽ ശ്രീലേഖ ടീച്ചറുടെ തോട്ടം കാണാം. പൂന്തോട്ടത്തിനെ കുറിച്ച് പറഞ്ഞാൽ എൻ്റെ ഒരു മാനസികമായ സന്തോഷത്തിന് വേണ്ടി നേരത്തെ തൊട്ട് ചെടികളോട് ഭയങ്കര താല്പര്യമുണ്ട്. ഇതിൻ്റെ പേര് ചെറിയ തോതിലൊക്കെ ചെയ്ത് ഒരു മാനസിക സന്തോഷം കണ്ടെത്തുന്നു. അതിന് അത്ര ഒന്നുമില്ല. കുഞ്ഞുനാൾ തൊട്ട് ചെടികളോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെടികളും കൃഷികളും. എൻ്റെ അച്ഛനും അമ്മയും കൃഷിക്കാരായിരുന്നു. അങ്ങനെ അത് കണ്ട് വളർന്നത് കൊണ്ടായിരിക്കാം ചെടികളോട് പൊതുവെ എനിക്ക് ഇഷ്ടമാണ്. തുടങ്ങിയ കൊച്ചു കൊച്ചു ചെടികളൊക്കെ അവിടെ നിന്ന് ഇവിടുന്ന് ചെറിയ നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിച്ച് അങ്ങനെ കിട്ടുന്ന അവിടെ ഇവിടെയൊക്കെ കിട്ടുന്നത് കളക്ട് ചെയ്ത് വളർത്തിയതാണ്. ഇപ്പം പിന്നെ എന്തെങ്കിലും ഒരു റിട്ടയർമെന്റ് ജീവിതത്തിന് ശേഷം ഒരു ഗാർഡൻ സ്വന്തമായിട്ടൊക്കെ നടത്തണമെന്ന് ഇപ്പോഴും ഉണ്ട്, ആഗ്രഹമുണ്ട്. പക്ഷെ സമയക്കുറവൊന്നും കിട്ടുക. എന്നാലും ചെടികളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന കൂട്ടല്ല, ചെടികളും കൃഷികളും ഒക്കെ. എനിക്ക് ചെടികളെ സാധാരണ ഓർക്കിഡുകളൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. ഓർക്കിഡ് കുറെ കൂടെ ഒക്കെ വാങ്ങിക്കണമെന്ന് താല്പര്യമുണ്ട്. പിന്നെ കൃഷികൾ, എല്ലാ കൃഷിയും ഇഷ്ടമാണ്. വാഴ, കപ്പ, അങ്ങനെയൊക്കെയുള്ള എൻ്റെ വീട്ടിൽ പണ്ട് ചെയ്ത അതേ ഐറ്റം തന്നെ ഇപ്പോഴും എല്ലാം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് സമയം കിട്ടുമ്പോൾ. പ്രധാനമായിട്ടും മണി പ്ലാന്റ്, പിന്നെ നേരത്തെ തൊട്ട് ഡെൻഡ്രോബിയോ ഓർക്കിഡ്, ഒരു 15 വർഷം മുമ്പേ തൊട്ട് ഡെൻഡ്രോബിയോ ഓർക്കിഡുകളുണ്ട്. പിന്നെ മൊക്കാറ പ്ലാന്റ്, അങ്ങനെയൊക്കെ കുറെ ഓർക്കിഡിന്റെ കുറെ കളക്ഷൻ ഉണ്ട്. പിന്നെ 10 മണി, കുറെ 10 മണി, പിന്നെ ജെറിബ്ര, അഡീനിയത്തിന്റെ പല നിറങ്ങൾ. ഇപ്പൊ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് പൂ വലുതായിട്ടില്ല. അഡീനിയം ചെടികൾ, റോസ്. നമുക്ക് അതിനെ കൃത്യമായി പരിചരിക്കാനുള്ള ഒരു സമയക്കുറവ്. സ്കൂളുകളിൽ ഇപ്പോൾ പഴയ പോലെയല്ല, ഒരുപാട് വർക്ക് ലോഡാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ വൈകിട്ട് ചിലപ്പോൾ ഡ്യൂട്ടികളൊക്കെ കാണും. അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ പിന്നെ അതിനെ അയാളുടെ ശനി ഞായറോ അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ പരിചരിക്കാനുള്ളൊരു സമയം കിട്ടും. കൃത്യമായിട്ട് വെള്ളം ഒഴിക്കാനും പരിചരിക്കാനുള്ള ഒരു സമയക്കുറവ് വലിയൊരു ബുദ്ധിമുട്ടാണ്. കുടുംബത്തിൻ്റെ പിന്തുണ, ഹസ്ബൻഡ് പിന്നെ അത്യാവശ്യം ഇതൊക്കെ സെറ്റ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഒരു സമയം കിട്ടുമ്പോൾ വെള്ളം ഒഴിക്കുകയും അങ്ങനെയൊക്കെ പരിചരിക്കാറുണ്ട്. പിന്നെ കൊച്ചു മോളെ ഉണ്ട്, അവർക്കും പഠിക്കാനൊക്കെ ധാരാളം ഉള്ളതുകൊണ്ട് സമയം കിട്ടുമ്പോൾ എന്തെങ്കിലും ചെയ്യും. ഇതിലൂടെ വിപുലപ്പെടുത്തി എന്തെങ്കിലും അല്ലാതെ തന്നെ എവിടെയെങ്കിലും ഒരു നഴ്സറി തുടങ്ങാൻ ആഗ്രഹമുണ്ട്. പക്ഷെ ഇപ്പൊ സമയമില്ല. കുറച്ചുകൂടെ ഒക്കെ വിപുലപ്പെടുത്തി നല്ല രീതിയിലുള്ള പുതിയ ഇനം ചെടികളും ഒക്കെ വാങ്ങിച്ച് കുറച്ചുകൂടെ ഒക്കെ ഒന്ന് വിപുലപ്പെടുത്തി നല്ല രീതിയിൽ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ റിട്ടയർമെന്റിന് ശേഷമൊക്കെ സാധിക്കത്തുള്ളൂ. മറ്റൊരു തോട്ടത്തിന്റെ മനോഹര കാഴ്ചയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.